മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വർഷം 2025 രാഹുവും കേതുവും തുലാം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. രാഹുവിനെയും കേതുവിനെയും അശുഭഗ്രഹങ്ങളായിട്ടാണ് ജ്യോതിഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. എങ്കിലും അശുഭഫലങ്ങളോടൊപ്പം വളരെയധികം ശുഭഫലങ്ങളും ഈ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. എല്ലാ ഗ്രഹങ്ങളും ക്ലോക്ക് വൈസായിട്ട് സഞ്ചരിക്കുമ്പോൾ രാഹുവും കേതുവും ആൻറ്റി ക്ലോക്ക് വൈസായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഈ രണ്ട് ഗ്രഹങ്ങളും രാശി മാറുന്നത് ഒരേ സമയത്തായിരിക്കും. എപ്പോഴും 180 ഡിഗ്രി അകലത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. അതുപോലെ ഒരു രാശിയിൽ ഏകദേശം 18 മാസത്തോളം നിൽക്കുന്നതുമായിരിക്കും. രാഹു മോഹം, മായ എന്നിവ വരാനിടയാക്കുമ്പോൾ കേതു ആധ്യാത്മികത, മോക്ഷം എന്നിവയിലേക്ക് നയിക്കുന്നതുമായിരിക്കും. രാഹുവും കേതുവും സാധാരണയായി നിൽക്കുന്ന ഭാവത്തിൻ്റെയോ ആ ഭാവത്തിൻ്റെ അധിപൻ്റെയോ അതല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന ഗ്രഹത്തിൻ്റെയോ ഒക്കെ സ്വഭാവം അനുസരിച്ചായിരിക്കും ഫലങ്ങൾ നൽകുന്നത്. ഇപ്പോൾ രാഹു നിൽക്കുന്നത് നിങ്ങളുടെ 6ാം ഭാവമായ മീനത്തിലും കേതു 12ാം ഭാവമായ കന്നിയിലുമാണ്. 6ൽ നിൽക്കുന്ന കേതു 6ാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങളായിരിക്കും എപ്പോഴും നൽകുന്നത്. 6ാം ഭാവം രോഗം, ഋണം, ശത്രു, തൊഴിൽ, കോർട്ട് കേസുകൾ, കോമ്പറ്റീഷൻ എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ സമയത്ത് രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അതിൽ അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും. കടബാധ്യതകൾ കൂടുതലുള്ളവർ അത് കുറേശ്ശെ കൊടുത്തു തീർക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ പിന്നീട് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. അതല്ലാതെ ഒന്നിച്ചു കൊടുത്തു തീർക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. നിങ്ങൾ ആർക്കെങ്കിലും പൈസ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടുവാനുള്ള എല്ലാ യോഗവും ഉണ്ടാകുന്നതായിരിക്കും. ഈ സമയത്ത് വിരോധികൾ നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അവരതിൽ പരാജയപ്പെടുന്നതായിരിക്കും. ഇത് നിങ്ങളുടെ സഹപ്രവർത്തകരോ ബിസിനസ്സിലെ വിരോധികളോ സുഹൃത്തുക്കളോ ചിലപ്പോൾ അടുത്ത ബന്ധുക്കളോ ഒക്കെ ആകാനാണ് സാധ്യതകൾ. കോർട്ട് കേസുകളോ മറ്റെന്തെങ്കിലും ഡിസ്പ്യൂട്ടുകളോ മറ്റും ഉണ്ടെങ്കിൽ അതിനെല്ലാം തീരുമാനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഡോക്ടർ, വക്കീൽ, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്, ആർക്കിടെക്റ്റ്, അതുകൂടാതെ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനവുണ്ടാകുന്നതായിരിക്കും. ഈ സമയത്ത് കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും മറ്റും പങ്കെടുക്കുന്നവർക്ക് അതിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും. ഇവിടെ ഒരു പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ളത് ഗുരുവിൻ്റെ രാശിയിലാണല്ലോ രാഹു നിൽക്കുന്നത്. ഗുരു ഈ സമയത്ത് 8ാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത്. അതിനാൽ ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. എങ്കിലും രാഹു നിൽക്കുന്നത് ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിലായതിനാലും ശനി നിങ്ങൾക്ക് കാരകഗ്രഹമായതിനാലും ഈ വക പ്രശ്നങ്ങൾ വന്ന പോലെ തന്നെ പോവുകയും ചെയ്യുന്നതായിരിക്കും. മെയ് 18-ാം തീയതി രാഹു നിങ്ങളുടെ 5ാം ഭാവമായ കുംഭത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. ഇത് ത്രികോണ സ്ഥാനമാണ്. ഇവിടെ രാഹു സാധാരണ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. കൂടാതെ ഇത് ശനിയുടെ രാശിയാണ്. രാഹുവും ശനിയും മിത്രഗ്രഹങ്ങളാണ്. ഈ സമയത്ത് പൈസയുടെ വരുമാനം നന്നായി ഉണ്ടാകുന്നതായിരിക്കും, അതും അപ്രതീക്ഷിതമായി. വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതായിരിക്കുമെങ്കിലും അവരിലൊരു അലസതയോ കൺഫ്യൂഷനോ ഒക്കെ വരാൻ ഇടയുണ്ട്. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും. നവംബർ 23-ാം തീയതി വരെ രാഹു ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരുരുട്ടാതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. ഗുരു ഈ സമയത്ത് രാശി മാറി
8-ൽ നിന്നും ഭാഗ്യസ്ഥാനമായ 9-ലായിരിക്കും നിൽക്കുന്നത്. അതിനാൽ ഗുരുവിൻ്റെ എല്ലാ സപ്പോർട്ടും ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും. നവംബർ 23-ാം തീയതിക്ക് ശേഷം രാഹു തൻ്റെ സ്വന്തം നക്ഷത്രമായ ചതയത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. ഇതും നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും. ഇനി നമുക്ക് കേതുവിൻ്റെ പ്രഭാവങ്ങളെക്കുറിച്ച് നോക്കാം. മെയ് 18-ാം തീയതി വരെ കേതു നിങ്ങളുടെ 12-ാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത്. ഇത് ബുധൻ്റെ രാശിയായ കന്നി രാശിയാണ്. ബുധനും കേതുവും മിത്രഗ്രഹങ്ങളാണ്. എങ്കിലും ഈ സമയത്ത് രാഹുവിൻ്റെ 7-ാം ദൃഷ്ടിയും ഇവിടെ പതിക്കുന്നുണ്ട്. ഈ സമയത്ത് വരുമാനം നല്ലതായിരിക്കുമെങ്കിലും അതുപോലെ ചിലവുകളും വർദ്ധിക്കുന്നതായിരിക്കും. ഇത് ചിലപ്പോൾ കൂടുതലും യാത്രകൾക്കും മറ്റും വേണ്ടിയായിരിക്കും ചെയ്യുന്നത്. വിദേശയാത്രകളോ ധാർമ്മിക യാത്രകളോ ഒക്കെ ആകാം ഈ സമയത്ത് ചെയ്യുന്നത്. ആധ്യാത്മിക കാര്യങ്ങളിൽ കൂടുതൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും. മെയ് 18-ാം തീയതി കേതു നിങ്ങളുടെ 11-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. 11-ാം ഭാവം ഇൻകം, സമൃദ്ധി, മൂത്ത സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, സാമൂഹിക രംഗം, ഇച്ഛാപൂർത്തി എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ജാതകത്തിൽ കേതു ബലവാനാണെങ്കിൽ ഈ സമയത്ത് കേതു നിങ്ങൾക്ക് സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ചകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിനു വേണ്ടി സാധാരണയിലും അധികം പരിശ്രമം ചെയ്യേണ്ടി വരും. ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും. മൂത്ത സഹോദരങ്ങളുമായി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും. വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നതും ലഭിക്കാതെ പോയതുമായ എന്തെങ്കിലും ഇച്ഛ നടന്നു കിട്ടുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും. സാമൂഹിക രംഗത്തും നിങ്ങളുടെ സ്റ്റാറ്റസ് വർദ്ധിക്കുന്നതായിരിക്കും. ജൂലൈ 20-ാം തീയതി മുതൽ കേതു ശുക്രൻ്റെ നക്ഷത്രമായ പൂരത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. ശുക്രൻ കേതുവിൻ്റെ മിത്രഗ്രഹമാണ്. ഇതും ശുക്രൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. രാഹുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 5-ാം ദൃഷ്ടി 9-ാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഇത് ലാഭസ്ഥിതികൾ വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. 9-ാം ദൃഷ്ടി നിങ്ങളുടെ സ്വന്തം രാശിയിലായിരിക്കും പതിക്കുന്നത്. ഇത് ശുക്രൻ്റെ ആധിപത്യത്തിലുള്ള രാശിയാണ്. ശുക്രനും രാഹുവും മിത്രങ്ങളുമാണ്. ഈ സമയത്ത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം നല്ലതാകുന്നതായിരിക്കും. പേഴ്സണാലിറ്റിയിലും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. രാഹുവിൻ്റെ 7-ാം ദൃഷ്ടി 11-ൽ പതിക്കുന്നതും അവിടെ കേതു നിൽക്കുന്നതിനാലും ഇത് ശത്രുരാശിയായതിനാലും 11-ാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ കേതുവിൽ നിന്നും ലഭിക്കുന്നതിന് വേണ്ടി കുറച്ച് കൂടുതൽ പരിശ്രമം നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. രാഹു കേതുവിൻ്റെ കൂടുതൽ പ്രീതി ലഭിക്കുന്നതിനായി രുദ്രഗായത്രി മന്ത്രം നിത്യവും ജപിക്കുന്നത് ശുഭകരമായിരിക്കും. ഇതാണ് രാഹുവും കേതുവും വർഷം 2025-ൽ തുലാം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.